അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡിസ്പ്ലേ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ബോംബെ മിച്ചർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത്. അതിൽ നല്ല എരിവൊക്കെ കുറവായിരിക്കും, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു മിച്ചറാണ്. പക്ഷേ ചിലവർക്ക് കാരം എരിവൊക്കെ ഉള്ള മിച്ചറായിരിക്കും കൂടുതൽ ഇഷ്ടം. അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാനും സാധിക്കില്ല. അപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കിയാലോ. ആദ്യമായി തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് കടലമാവാണ് ചേർക്കുന്നത്. നമ്മൾ കടലമാവ് എത്രയാണ് ചേർക്കുന്നത് അതിൻ്റെ പകുതിയാണ് അരിപ്പൊടി ചേർക്കേണ്ടത്. അതുകൊണ്ടാണ് 2 കപ്പ് എടുത്തുകൊണ്ട് 1 കപ്പ് അരിപ്പൊടി ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവിനാവശ്യമായ മുളക് പൊടി നമുക്കത് കുറച്ച് ചേർത്ത് പിന്നീട് ചേർത്താലും മതി. എരിവ് എത്ര ഇഷ്ടമുള്ളവർക്ക് അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി കായം പൊടിച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല, അതുപോലെ തന്നെ നന്നായി കുഴച്ചെടുത്താലും മതി. ഇപ്പോൾ ഇതുപോലെ ആയിട്ട് ഇനി ഒരു വലിയ ഉരുണ്ടയായിരിക്കും നമുക്ക് ആയി കിട്ടുക. അതിന് 2 പാർട്ടാക്കി എടുക്കാം. അതിൽ ഒരു പാർട്ട് മിച്ചർ ഉണ്ടാക്കാനും ഒന്ന് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനാണ്. മിച്ചറിൽ കാണുന്ന ബൂന്തി അത് ഉണ്ടാക്കാനാണ്. ഇത് നമ്മൾ സേവനാഴിലാണ് ഇടുന്നത്. ഏറ്റവും ചെറുതാണ്, ചെറിയ ഹോളുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഭംഗിയിൽ കിട്ടുകയുള്ളൂ. ഇനി അടുത്ത ഒരു പീസായിട്ട് നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ നൂൽപുട്ടിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് അമർത്തിയെടുക്കുകയും ചെയ്യുന്നത്. നല്ല ചൂട് എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട ഉടനെ തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഇത് ചെറുതെ നൂല് പോലെയല്ലേ വരുന്നത്, അപ്പോൾ വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് മീഡിയത്തിലാക്കിയിട്ട് വേണം വട്ടത്തിലിടുക. ഒരു റൗണ്ട് കഴിഞ്ഞ് നമുക്ക് നിർത്താം. നമുക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വെന്ത് കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ഭാഗം നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാ ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത സേവനാഴിയിൽ ബാക്കി മാവുള്ളതിനെയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാവിനെ നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു ദോശമാവിൻ്റെ രൂപത്തിലേക്കാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട്. നന്നായി ലൂസ് ആവാനും പാടില്ല, നന്നായി കട്ടിയാവാനും പാടില്ല, ഒരു മീഡിയത്തിൽ വേണം. നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മൾ മാവ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു ഓട്ടയുള്ളൊരു ഹോളുള്ള പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കയ്യിലായാലും മതി, ഹോളുള്ള കയ്യിൽ വേണം. ഞാനിവിടെ ഒരു പാത്രമാണ് എടുക്കുന്നത്, ഹോളുള്ള പാത്രം. അതിലേക്ക് ഇട്ട് കൊടുത്താൽ ചെറിയ ബോളുകളായിട്ട് വരുന്നതാണ്. ഇത് വേഗം തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഒരു ചെറിയ മീഡിയത്തിൽ മതി, നന്നായി കരിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് വേഗത്തിൽ കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള മാവിനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മിച്ചറിന് കൂടുതൽ ടേസ്റ്റ് വരുത്തുന്നത് നമുക്ക് നിലക്കടലയാണ്. അത് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് നിലക്കടല നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ആയി കിട്ടുമ്പോൾ ഇനി അടുത്തതായിട്ട് പൊരികടലയാണ്, അല്ലെങ്കിൽ പൊട്ടുക്കടല അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. നല്ലോണം തീയൊന്നും വേണ്ട, അല്ലെങ്കിൽ നന്നായി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു മീഡിയത്തിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമുക്ക് കോരിയെടുക്കാം. അടുത്തതായിട്ട് കറിവേപ്പിലയാണ്, അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഫ്രൈ ആയിട്ട് കിട്ടുമ്പോൾ അതിന് നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയാണ്, 4-5 അല്ലി വെളുത്തുള്ളി, അതും നന്നായി ചതച്ചെടുക്കാം. ഇനി ചതച്ചെടുത്ത ശേഷം അതും നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ട് കുറച്ച് നേരത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 ഉണക്കമുളകാണ്, അത് നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ വെളുത്തുള്ളി ചേർത്തുകൊണ്ട് ഈ മിച്ചർ കഴിക്കുമ്പോഴുള്ള ഗ്യാസ് ട്രബിളൊക്കെ ഈ വെളുത്തുള്ളി കളയുന്നതാണ്. അപ്പം നല്ല ആരോഗ്യത്തിന് നല്ലൊരു സംഭവമാണ് വെളുത്തുള്ളി. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതലുള്ളവർക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോഴാണ് ഓർത്തത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബൂന്തി ഇതിലേക്ക് ചേർത്തിട്ടില്ല. അതും ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ എരിവുള്ള മിച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല കിടിലനായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നത്. അതേ ടേസ്റ്റും തന്നെയായിരിക്കും. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഒരു കാര്യം കൂടി, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യോ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കണം, സുഖത്തോടെ ഇരിക്കണം. ബൈ ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.